അസ്സലാമു അലൈക്കും. ഞാൻ 2 ദിവസമായിട്ട് തുടർച്ചയായിട്ട് 2 ലൈവ് കണ്ടു. അതായത് നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട് എന്ന ഒരു സുഹൃത്താണ് ലൈവിൽ വന്നിട്ടുള്ളത്. അദ്ദേഹം AP ഉസ്താദിനെ തെരഞ്ഞിട്ട് ഉത്തരേന്ത്യയിൽ കൂടി ഇങ്ങനെ നടക്കണം. എന്നിട്ട് അവിടെ ഉസ്താദിന്റെ പ്രവർത്തനം, ഉസ്താദ് ഭയങ്കര സംഭവമാണ്, ഉസ്താദ് അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ കൂട്ടത്തിൽ ഉസ്താദിന് 1-2 വട്ടം പറയുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ കൂട്ടത്തിൽ കൂട്ടി പറയും. എങ്ങനെയത്? അത് വേറെ വിഷയം. ഉസ്താദ് നല്ല പ്രവർത്തനമാണ്. അവിടെ പ്രവർത്തനമുണ്ട്, അവിടെ കാശ്മീരിലുണ്ട്, ബംഗാളിലുണ്ട്, അപ്പുറത്തുണ്ട്, ഡൽഹിയിലുണ്ട്, ഗുജറാത്തിലുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം ഉസ്താദിനെ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട AP അബൂബക്കർ ഉസ്താദിനെ കണ്ടിട്ടില്ല, പക്ഷെ അത്രമാത്രം മഹത്തരമായ അത്ഭുതം നിറഞ്ഞ പ്രവർത്തനങ്ങളാണ് ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം കാഴ്ചവെക്കുന്നെന്ന് പറഞ്ഞിട്ട് അത് ഏകദേശം മണിക്കൂറുകൾ കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്തു. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ ഇൻബോക്സിലും വാട്സപ്പിലൊക്കെ. ഇപ്പോൾ ഉള്ളത് ഡൽഹിയിൽ നിസാമുദ്ദീൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മർക്കസിന്റെ ഗ്രാൻഡ് മുഫ്തി ഓഫീസിലാണ്. വളരെ യാദൃശികമായിട്ടാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നപ്പോ ഞാൻ നൗഫൽ ഖുദ്റാനെ കാണണം, പരിചയപ്പെടണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ AP ഉസ്താദിനെ കണ്ടിട്ടില്ല, ഹക്കീം അസേരി ഉസ്താദിനെ കണ്ടിട്ടില്ല, ഖലീൽ തങ്ങളെ കണ്ടിട്ടില്ല. അൽഹംദുലില്ലാ, ഉമ്മാമ മരിച്ചതറിഞ്ഞപ്പോ ഖലീൽ തങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വലിയ സന്തോഷം തോന്നി. കാരണം തങ്ങളെപ്പോലത്തെ ഒരു വലിയ മഹാൻ എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരനെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പൊ ഞാനുള്ളത് ഡൽഹിയിലെ ഗ്രാൻഡ് മുഫ്തി ഓഫീസിലാണ്. ഉസ്താദിനെ കണ്ടിട്ടില്ല. ഇവൻ എവിടുന്ന പോയിക്കണ്? വയനാട്ട് ഇവന്റെ തൊട്ടപ്പുറത്തുണ്ട് പാടന്തറ മർക്കസ് എന്നൊരു ദേവർസോല ഉസ്താദ് നടത്തുന്ന ഒരു സ്ഥാപനം. എത്ര പെൺകുട്ടികൾ അവിടെ പണ്ടവും പൈസയും കൊടുത്ത് കെട്ടിച്ചയച്ചു പറയും. അവൻ ഈ ഉസ്താദിനെ കണ്ടില്ല. ഇനി അവന്റെ നാട് കണ്ണിച്ചോരണ്ട് ഇറങ്ങിയാല് നിലമ്പൂർ മജ്മ, അവൻ AP ഉസ്താദിനെ കണ്ടില്ല. ഇനി കുറച്ചു പോയെന്ന വണ്ടൂർ അൽഫുർഖാൻ, AP ഉസ്താദിനെ അവൻ കണ്ടില്ല. ഇനി ഇപ്പുറത്തോട്ട് മഞ്ചേരി ലൈന് പോവുകയാണെങ്കിൽ അൽഫലാഹ്, AP ഉസ്താദിനെ അവൻ കണ്ടില്ല. ഇതൊക്കെ അവന്റെ ചുറ്റുവട്ടത്തുള്ളതാ. ഇനി അങ്ങോട്ട് അപ്പുറത്ത് വയനാട് വഴിക്ക് ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ വലിയ സംഭവം നോളജ് സിറ്റി, അവിടെ തെരഞ്ഞിട്ടൊന്നും AP ഉസ്താദിനെ കണ്ടില്ല. AP ഉസ്താദിന്റെ സുന്നി സമൂഹത്തിന്റെ ഉമ്മയായ മർക്കസ് സക്കാഫത്ത് സുന്നിയയിൽ AP ഉസ്താദിനെ അവൻ കണ്ടില്ല. പക്ഷെ ഇവൻ കണ്ട ഒരു സ്ഥാപനം ഇവൻ 2 ലൈവിലും പറയുന്നു. ഇവൻ കണ്ട ഒരാളെയും പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സംശയം ചോദിക്കാൻ കാരണം. ഞാൻ അദ്ദേഹത്തിന്റെ ആ ഭാഗം ഒന്ന് കേൾപ്പിച്ചുതരാം. അദ്ദേഹം AP ഉസ്താദ് ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നത് അത് നിങ്ങൾ കേട്ടതുകൊണ്ട് അത് ഞാൻ കേൾപ്പിക്കുന്നില്ല. അദ്ദേഹം ആ ലൈവിൽ പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഇത്രയും സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ പരിസരങ്ങളിൽ ഉണ്ടായിട്ട് അദ്ദേഹം കണ്ട ഒരു സ്ഥാപനവും അതിന്റെ മേധാവിനെ അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് എനിക്ക് സംശയം ഉണ്ടാവാൻ കാരണം. അതൊന്ന് കേട്ടോ. മാഷാ അല്ലാ, ജവാദ് മുസ്തഫവി. നിങ്ങൾക്ക് ജവാദിനെ അറിയില്ലേ? ജവാദ് മുസ്തഫവി എന്ന് പറഞ്ഞാല് വൈജ്ഞാനിക രംഗത്ത് ഒരു വിപ്ലവം തീർക്കാൻ ആഗ്രഹിക്കുന്ന യുവാവാണ്. എന്റെ നല്ലൊരു സുഹൃത്താണ്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ, അങ്ങനെ പുറത്ത് ലോകത്ത് പോയിട്ട് നല്ല വൈജ്ഞാനിക വിപ്ലവം നേടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിലുള്ള നമ്മുടെ ജവാദ് മുസ്തഫയുടെ അൽഹംറ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ഓഫീസ് ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, ഒരുപാട് നന്മയുള്ള ഒരു മനുഷ്യനാണ്, ഒരു എന്താ പറയാ അടുത്തൊരു സുഹൃത്താണ്. അപ്പോ ഞാൻ ഒരുപാട് ലൈവിൽ ഞാൻ ജവാദ് മുസ്തഫയെ കൊണ്ടുവന്നിരുന്നു. അപ്പോ ആർക്കെങ്കിലൊക്കെ നിങ്ങളുടെ മക്കളെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ MBBS ഒക്കെ പഠിക്കാൻ വിടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജവാദ് മുസ്തഫയെ ബന്ധപ്പെട്ട്. എനിക്കൊരു സംശയം തോന്നിട്ടോ, ഞാൻ വിചാരിച്ച ആൾ തന്നെയാണോ എന്നാണ് എനിക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ AP ഉസ്താദിന്റെ അനുയായികൾ പറഞ്ഞു തരേണ്ടത്. കേരള മുസ്ലിം ജമാഅത്തിന്റെ ആളുകൾ എനിക്ക് പറഞ്ഞു തരേണ്ട വിഷയം ഇതാണ്. എനിക്ക് സംശയം നേരിട്ടുകൊണ്ട് ഞാൻ ചോദിക്കാണ്. ഞാൻ കുറച്ചു മുമ്പ് 2019 കഴിഞ്ഞ വർഷം ഒരു പത്രക്കുറിപ്പ് ഇറങ്ങിയതായിട്ട് കണ്ടു. അതെന്താന്ന് ചോദിച്ചാൽ ഞാനൊന്ന് വായിക്കേ, നിങ്ങൾ നോക്കണേ, തെറ്റുണ്ടോ നോക്കണം. ചൊക്ലി കവിയൂരിലെ KP ജവാദ് എന്ന വ്യക്തിയുമായും പ്രസ്തുത വ്യക്തി നേതൃത്വം കൊടുക്കുന്ന അൽഹംറയും അനുബന്ധ സംവിധാനങ്ങളുമായും കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, പാനൂർ സോൺ ഡിവിഷൻ കമ്മിറ്റികൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കേരള മുസ്ലിം ജമാഅത്ത് അറിയിച്ചു.
ഈ പറയപ്പെട്ട സംഘടനകളൊക്കെ AP ഉസ്താദിന്റെ സംഘടനകളാണ്. അതായത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള സംഘടനകളാണ് ഈ പറഞ്ഞത്. ഇവര് ബന്ധമില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ നിന്റെ 2 ലൈവിലും നീ ഇവരുടെ ഓഫീസിൽ പോയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതാ രസം. ഇവര് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് സ്വന്തം വീടും നാടും കുടുംബമൊക്കെ ഒഴിവാക്കിയിട്ട് അവര് ദഅവത്തിന് വേണ്ടി പോയതാ. എന്നിട്ട് അവിടെ സ്ഥാപിച്ച ഓഫീസിൽ, അതും ഗ്രാൻഡ് മുഫ്തി ഓഫീസിലാണ് കയറി ചെന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ ഗ്രാൻഡ് മുഫ്തിയുടെ സംഘടനകൾ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് എടുത്തു പറഞ്ഞ് പത്രക്കുറിപ്പ് ഇറക്കിയ ഒരു വ്യക്തിയെ കുറിച്ച് ഇയാൾ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് AP ഉസ്താദിനും അദ്ദേഹം പറയാ കൂട്ടത്തിൽ ഇദ്ദേഹത്തിനും കൂട്ടടിച്ച. അപ്പൊ ഇതിൽ എനിക്ക് സംശയം നേരിട്ടത് കൊണ്ടാണ് ഞാൻ ഇത് വരാൻ കാരണം. ലൈവ് നടക്കുന്ന അവസാനിക്കുന്ന സമയത്ത് അവിടുന്ന് നീച്ചു പോന്നിട്ട് ഒരു കമന്റ് വന്നതുപോലെ അദ്ദേഹം സംസാരിക്കുകയാണ്. ജവാദ് മുസ്തഫി എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വളരെ ആസൂത്രിതമായിട്ട് എനിക്ക് തോന്നിയത്. എന്നിട്ട് അദ്ദേഹത്തിന് അറിയില്ലേ അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പൊ എനിക്കൊരു സംശയം, ഇത് ഒരു ട്രാപ്പാണോ? എന്റെ സംശയമായിരിക്കും. അതല്ല, അന്ന് ഈ പത്രക്കുറിപ്പിൽ ഏതാണ് സോണ്, പാനൂർ സോണും പാനൂർ ഡിവിഷനും അന്നിറക്കിയ പത്രക്കുറിപ്പ് പിൻവലിച്ചിട്ടുണ്ടോ, ഇദ്ദേഹത്തിന് സംഘടനയുമായി ബന്ധമുണ്ടോ എന്ന് സംഘടനയെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞെന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഇതിന്റെ മുമ്പ് നമ്മൾ ഒരുപാട് ട്രാപ്പ് കണ്ടതാണ്. പേരോട് ഉസ്താദുമായിട്ടും നമ്മുടെ പൊന്മള ഉസ്താദുമായിട്ടും AP ഉസ്താദുമായിട്ടും ഒക്കെ നിരന്തരം ഉള്ളിൽ കൂടി ചെന്ന് ബന്ധപ്പെട്ടിട്ട് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അവരെ പല സ്ഥലങ്ങളിലും വെച്ചിട്ട് സംസാരിച്ചത് പെൻ ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തിട്ട് ആകെ പ്രശ്നമാക്കിയത് നമ്മളറിയും. അപ്പൊ ഇത്തരക്കാരുടെ ലക്ഷ്യം എന്താണ് നമുക്കറിയില്ല. മാത്രമല്ല, ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം ഡൽഹിയിലെ കർഷക സമരത്തിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ആ നേതാക്കളുടെ ഇടയിൽ നിന്നിട്ട് ലൈവ് ഇടുന്നു. ആ നേതാക്കളുടെ ഇടയിൽ ലൈവ് ഇട്ട് അദ്ദേഹം പിറ്റേന്ന് കാണുന്നത് AP ഉസ്താദിന്റെ ഗ്രാൻഡ് മുഫ്തി ഓഫീസിൽ. എവിടെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങള്, ഗ്രാൻഡ് മുഫ്തി ഓഫീസിൽ ചെന്നിട്ടാണ് ഉസ്താദിന്റെ സംഘടന ബന്ധമില്ല എന്ന് പറഞ്ഞ ആളെ പോയി പരിചയപ്പെടുത്തണത്. ഇയാൾക്കറിയോ, ഈ നൂറുദ്ദീൻ അറിയോ, ആ നേതാക്കന്മാരൊക്കെ അവരൊക്കെ എന്തെങ്കിലും കള്ളത്തരണ്ടോ ഇല്ലെന്ന് അറിയോ? പിന്നെ അവരുടെ ഇടയിൽ ചെന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇയാൾ ബാക്കിൽ വേറെ എന്തെങ്കിലും അന്വേഷണ സംഘം ഉണ്ടോ എന്ന് നമുക്കറിയോ? എന്നിട്ട് നേരെ ഗ്രാൻഡ് മുഫ്തി ഓഫീസിൽ. അപ്പോൾ എനിക്ക് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കമന്റിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടോ ഒന്ന് വന്നിട്ട് ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരണം. ഇത് ഞാനിങ്ങനെ പത്രക്കുറിപ്പ് കാണുകയും ചെയ്തു. അപ്പൊ ഇത് നിങ്ങളായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോ എല്ലാ ഗ്രൂപ്പുകാരും ശ്രദ്ധിക്കേണ്ടതാണ്. EK വിഭാഗത്തിന്റെ ഒരു ഓഫീസിൽ ചെന്നിട്ട് EK വിഭാഗവുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെ അയാൾ പരിചയപ്പെടുത്തിയ എല്ലാരും അവസ്ഥ തന്നെയാണ്. ഇദ്ദേഹം മോശക്കാരനെന്ന് എനിക്ക് അഭിപ്രായമല്ല കേട്ടോ. ഞാൻ അയാളറിയില്ലല്ലോ, അയാൾ ഇനി അറിയില്ല. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ വാക്കിൽ എനിക്കൊരു ചില സംശയങ്ങൾ നേരിട്ടത് കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ അള്ളാഹു നമുക്കൊക്കെ ഈ വളഞ്ഞ വക്രബുദ്ധിയൊക്കെ ഒഴിവാക്കിയിട്ട് നേരെ ചിന്തിക്കാനുള്ള ഒരു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.